ബൈജു അല്ലേ? ബൈജു എന്നെ മനസ്സിലായോ? നിങ്ങള് അല്ല, വിനോദ്, KT വിനോദ്. അല്ല, ആര് കണ്ടിട്ട് കാലം കുറയല്ല. എവിടെയായിരുന്നു? ബൈജു, ഞാൻ 5 വർഷമായിട്ട് ഗൾഫിലാ. ഇന്നലെയാണ് നാട്ടിലെത്തിയത്. ഇതുവഴി പോകുമ്പോഴാണ് നിന്റെ ഷോപ്പ് കണ്ടത്. ഈ ആളാകെ മാറിയില്ലേ, വലിയ മുതലാളിയല്ലേ? എന്ത് മുതലാളി വിനോദേ, നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നു. അങ്ങനെയൊന്നുമല്ലല്ലോ. ജീസസ് ഗോൾഡ് നാട്ടിലൊക്കെ നല്ല പേരാണല്ലോ. അങ്ങനെയൊന്നുമല്ല വിനോദേ, പണ്ടേ ഉള്ള കുറച്ച് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെയും കൊണ്ടങ്ങ് ജീവിച്ചു പോകുന്നു. ബൈജു, ഇവിടെ പണിക്കൂലിയൊക്കെ വളരെ കുറവാണെന്നാ കേൾക്കുന്നത്. എല്ലാ ജ്വല്ലറിക്കാരും ചെയ്യുമ്പോൾ തന്നെ മിതമായ പണിക്കൂലി നമ്മൾ എടുക്കുന്നുണ്ട്. നിന്റെ സംസാരവും രീതിയൊക്കെ പഴയ പോലെ, ഒരു മാറ്റമില്ല. പക്ഷെ വിനോദേ, നിന്റെ സംസാരം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ രൂപം ആ പണ്ട് നമ്മൾ പറയുന്ന പൃഥ്വിരാജകനാന്ന് അതുപോലെ തന്നെ ഇപ്പം ഉണ്ട് കേട്ടാ. ഒന്ന് പോടോ ബൈജു, നമുക്കൊക്കെ പ്രായമില്ലേ? നിന്റെ മുടി പോയപ്പോ നീ ശരിക്കും സുന്ദരനായിട്ടുണ്ട്. ഒന്ന് പോ വിനോദേ, ഞാൻ എല്ലാ ദിവസവും എൻ്റെ മുഖം കണ്ണാടിയിൽ ഞാൻ കാണലുണ്ട്, എനക്കറിയാത്ത കാര്യമൊക്കെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, നല്ല രസമുണ്ട്. ശരി ശരി. പിന്നെ നമ്മൾ തമ്മിലൊരു കണക്കുണ്ടല്ലോ. ഏത് കണക്ക് വിനോദേ? മനസ്സിലായില്ല. അതൊരു പൈസ കണക്കാണ്. പൈസ കണക്ക്? ഞാൻ വിനോദത്തിന് പൈസ വാങ്ങിനോ? പണ്ട് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ അടുക്കുന്ന ഞാൻ ഒരു 500 രൂപ വാങ്ങിച്ചിന്. നിനക്ക് ഓർമ്മയുണ്ടാവില്ല, അതല്ലേ നിന്റെ സ്വഭാവം. ആ കടം വീട്ടാനും കൂടിയാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്നാ പിടിച്ചാട്ടെ. വിനോദേ, ഈ 5 രൂപയ്ക്ക് നമ്മളെ ബന്ധത്തിനെക്കാട്ടും വലിയ വിലയൊന്നുമില്ലല്ലോ. നീ ഇതില്ലേ, ഇത് ആടെ തന്നെ വെക്ക്, എൻ്റെ ഓർമ്മക്കാതെ നിൽക്കട്ടെ. വെക്കട ബൈജു, നീ വെറും സെൻറ്റി അടിക്കല്ല. എനിക്കൊരു മാറ്റമില്ലല്ലോ. അതെൻ്റെ സ്വഭാവമല്ലേ വിനോദേ, നിനക്കറിയില്ലേ? അത് മാറ്റിയ പിന്നെ ഞാനെല്ലാം ഉണ്ടാവില്ലേ. അതും വേണ്ട, അടക്കട്ട്. പിന്നെ ചായ എടുക്കട്ടെ കുടിക്കാൻ വേണ്ടിയിട്ട്? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പണ്ടത്തെ പോലെ തന്നെ. ഏതായാലും ചായ ഒന്നും വേണ്ട, ഫാമിലി ആയിട്ട് ഞാൻ വരുന്നുണ്ട്, അന്നേരം നമുക്ക് കഴിക്കാം. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ ഏതായാലും ഇറങ്ങുകയാണ്. ഓക്കെ? ശരി എന്നാ പിന്നെ. ഓക്കെ. നീ എന്നാ ശാലിനി ചിരിക്കുന്നത്? ഒന്നുമില്ല ചേട്ടാ. ഒന്നുമില്ലാണ് നീ ചിരിക്കൂല്ല ശാലിനി. ഷബീറ, എന്നാ വിളി ചിരിക്കുന്നത്? അത് ബൈജുവേട്ടന്റെ ചങ്ങായിനെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞില്ലേ, അത് കേട്ടിട്ടാണ് ശാലിനി ഇങ്ങനെ ചിരിക്കുന്നത്. അല്ല ശാലിനി, ഓണെ കാണാൻ ചെറുങ്ങനെ പൃഥ്വിരാജിനെ പോലെ ഇല്ലേ? നിങ്ങൾ ചിരിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ. ബൈജേട്ടാ, ഓറെ കണ്ടാലേ നിങ്ങളെപ്പുറം പഠിച്ചതാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടാ. നിങ്ങളെക്കാളും 10 വയസ്സ് അധികം തോന്നിക്കുന്നുണ്ട്. അത് സത്യമാണ് ബൈജുവേട്ടാ, ഓറെ കാണാൻ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. ഷബീറ, ഓൻ കുറെ കാലം ഗൾഫിൽ നിന്നല്ലേ, അപ്പൊ ആടുത്തെ വെള്ളവും കാലാവസ്ഥയിലും ഉണ്ടല്ല, ആ പ്രശ്നം കൊണ്ടായിരിക്കും ഒരു പ്രായം തോന്നിക്കല്. പിന്നെ ഇതെല്ലാം ഒരാളെ ശരീരപ്രകൃതല്ലേ ഷബീറ. എന്നാലും പൃഥ്വിരാജ് എന്നൊന്നും പറയണ്ടേനു ബൈജേട്ടാ. ഓറെ കളിയാണോ വലിയ ജാട പോലെ ഇല്ലേ ഷബീറെ? ഓറെ നടത്തവും വരവും മൊത്തത്തിലൊരു ജാടാണ്. എന്നിട്ട് വന്നിട്ട് ഒരു ചോദ്യവും, ബൈജു എന്നെ മനസ്സിലായോ? പൃഥ്വിരാജ് അല്ല ബൈജേട്ടാ, ജഗതിയാണ്. എന്തോ ഒരു വശപ്പശകുണ്ട് സംസാരത്തില്. അത് ശരിയാ ബൈജുവേട്ടാ, ജഗതി ഗൾഫിൽ നിന്ന് വന്നാലെങ്ങനെ ഉണ്ടാ, അതേപോലെ തന്നെ അയാളെ സംസാരം ഉണ്ടായേ. എൻ്റെ ശാലിനി, ഷബീറെ, ഈ മലയാളികൾ സ്ഥിരം പരിപാടിയാണ്. ഒരാൾ വന്ന് കയറി ഇറങ്ങി കഴിഞ്ഞാൽ തുടങ്ങും അവരെ കൊണ്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട്. എടാ, നല്ലത് പറയാൻ ശ്രമിക്ക്. ഒരാൾ വന്നു പോകുമ്പോൾ അയാളെ മോശത്ര ഉണ്ടായാലും അയാളെ നല്ലത് എന്തെങ്കിലും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അയാളെ കുറ്റമായിരിക്കും കണ്ടിട്ടുണ്ടാവുക കംപ്ലീറ്റ്. അയാളെ പറ്റിയുള്ള നല്ലത് നിങ്ങൾക്ക് അറിയുക. നിങ്ങൾക്ക് അയാളെ ശരിക്കും മനസ്സിലായിട്ടില്ല. അയാൾ അത്ര നല്ല ആളാന്ന് ബൈജേട്ടാ? ശാലിനി, ഓൻ എൻ്റെ അപ്പുറം ഉണ്ടല്ല, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഓൻ എല്ലാ ക്ലാസ്സിലും ഉണ്ടല്ല ഫസ്റ്റ് റാങ്കാണ്. സ്പോർട്സിലും പരിപാടിയിലും എല്ലാം മെഡൽ വാങ്ങുന്ന ആളാണ് നമ്മളെ KT വിനോദ്. ഓൻ സ്കൂളിലെ ആൾ ഫേമസ് ആണ്. പക്ഷേങ്കിൽ ഓന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തേണ്ടതാണ്. അതോടെ ഓൻ്റെ ജീവിതമെല്ലാം ആകെ താറുമാറായി. ഇപ്പം കാണുന്ന KT വിനോദനങ്ങൾ ഇങ്ങനല്ലേ കാണുന്നു. ആ സമയത്തുള്ള വിനോദനെ കാണണോ? ശരിക്കും പൃഥ്വിരാജ് തന്നെയാണ്. അതെന്താ ബൈജേട്ടാ പഠിപ്പ് നിർത്തിയേ? അതുണ്ടല്ല, ശരിക്ക് നമുക്കെല്ലാം ഭയങ്കര സങ്കടമായ ഒരു സംഭവമാണ്. നമുക്കല്ലേ സ്കൂളിലെ മാഷ്മാർക്ക് മുഴുവൻ സങ്കടമായ ഒരു സംഭവമാണ്. അതായത് 10ാം ക്ലാസ്സിൽ SLC പരീക്ഷ ഉണ്ടല്ലോ. SLC പരീക്ഷയ്ക്ക് ഏതോ ഒരു കുട്ടി കോപ്പി അടിച്ച പേപ്പർ ചാടിപ്പം ഇവൻ്റെ കാലിൻ്റെ വീണെ. ആ മാഷ് കണ്ട് ഇവനെ പിടിച്ച്. അപ്പം ഇവൻ കോപ്പി അടിച്ച് ഇവനെ ചോദ്യം ചെയ്തു. ഓൻ മാഷോട് തുറന്നു പറഞ്ഞു, ഞാനില്ല, കോപ്പി അടിച്ചല്ലാന്ന്. പക്ഷേ ഈ മാഷ്ക്ക് ഇവനെ മുൻപരിച്ചില്ലല്ലോ, ഏതോ സ്കൂളിലെ മാഷാണ്.
അവനാ വല്ലാണ്ട് ഉപദ്രവിച്ച് ആൾക്കാരുടെ കൂടുതൽ ഇൻസൾട്ട് ചെയ്ത് ചെവിയൊക്കെ പിടിച്ച് തിരിച്ച് അവനാകെ തളർന്നുപോയി. അന്നവൻ പെന്നും പേപ്പറും ഒക്കെ എടുത്ത് ചാടുകയാണ്, ഇനി ഞാൻ പഠിക്കൂല. അങ്ങനെ പഠിപ്പ് നിർത്തിയ KT വിനോദിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സത്യം പറയില്ല, ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരുക. അതായിരുന്നു അവൻ്റെ ജീവിതം ഈ രീതിയിലാക്കി മാറ്റി. നിങ്ങളെല്ലാം കാണുന്ന KT വിനോദല്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ട KT വിനോദ്. പക്ഷേ എന്തോ അവൻ്റെ സാഹചര്യം കൊണ്ട് അവനിങ്ങനെ ഇന്നും അവൻ ഗൾഫിൽ അറബി വലിയ വലിയ ജോലികൾ നേടിയിട്ടു അവൻ ആ ജോലിയൊന്നും സ്വീകരിച്ചിട്ടില്ല. അവൻ പറയാ ഇല്ല, പഠിപ്പ് സംബന്ധമായ ഒരു സാധനം ഞാൻ ചെയ്യില്ല. അവൻ ഇന്നും അവിടെ പണിയെടുത്ത് ജീവിക്കുക. ഒരു വാശിക്ക് അവൻ്റെ ജീവിതം കളഞ്ഞു. അതാ ഇവിടെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയുമ്പോൾ എനക്ക് തന്നെ കരച്ചിൽ വരും.